ഹലോ, ഈ പുഴയും കടന്നില്ലേ ഗംഗയുടെയും വിനീതിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വിനീതിൻ്റെയും ഗംഗയുടെയും വിവാഹം കഴിഞ്ഞു. നേരെ വിനീതിൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ലല്ലോ, അവിടെ കൂട്ടില്ല. അപ്പം ഗംഗയുടെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. അവിടെ ഒന്ന് മറ്റ് ചടങ്ങുകൾ, മധുരം കൊടുക്കും ചടങ്ങുകളൊക്കെ കഴിയാണ്. പക്ഷേ ഗംഗയുടെ മുഖത്ത് യാതൊരു സന്തോഷവും ഒന്നും കാണുന്നില്ല. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട് ആ ഒരു റൂമൊക്കെ റെഡിയാക്കി എടുക്കാൻ. അങ്ങനെ ആ ഗസ്റ്റിന് റെഡിയാക്കി ഇട്ടുന്ന 2 റൂമിൽ റൂമൊക്കെ റെഡിയാക്കി വിനീതിനും ഗംഗയ്ക്കും കൊടുക്കുകയാണ്. അങ്ങനെ ഗംഗേനെ കാവേരിയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ വിനീതിനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ 2 പേരെയും ഒരു റൂമിലാക്കി അവരങ്ങ് പോവുകയാണ്. അപ്പോൾ അവർ തമ്മിൽ വിനീത് എന്തൊക്കെ സംസാരിക്കാനും അടുത്തിനൊക്കെ ചെല്ലുന്ന സമയത്ത് ഗംഗ അത്ര അടുപ്പമൊന്നും കാണിക്കുന്നില്ല. പക്ഷേ നിഷ്കളങ്കനായ ഒരു കഥാപാത്രമായിട്ടാണ് വിനീത്. അപ്പോൾ വിനീത് പറയുന്നത് ഞാനങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല, എന്നെ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിനുശേഷം അവർ റൂമിൽ ഉറങ്ങി. അത് കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് വെച്ചാൽ നിവിൻ്റെ വീട്ടിലാണ്. നിവിൻ്റെ വീട്ടിൽ രാത്രി വരുമ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് ആവുന്നുണ്ട് നിവിന്. പിറ്റേന്ന് രാവിലെ നീ എപ്പോഴാണ് വന്നതെന്നൊക്കെ നീ ഇന്നലെ അവിടെ ഒരു കല്യാണം, അമ്പലത്തിലെ രഹസ്യ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയാണ് അമ്മ രാജലക്ഷ്മി. അപ്പോൾ ഈ സമയത്ത് വിനീത് പറയുന്നുണ്ട് അങ്ങനെ രഹസ്യ കല്യാണമൊന്നും ആയിരുന്നില്ല, അത് വിനീതിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ നീ ഇനി അവിടേക്ക് എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണ്ട, അത് പോവില്ലെന്ന് എനിക്ക് സത്യം ചെയ്യണമെന്നൊക്കെ പറയുന്നു തലയെ തൊട്ട്. നിവിനാണെങ്കിൽ സത്യം ചെയ്യുന്നുണ്ട് പോവില്ലെന്ന്, പക്ഷേ കൂട്ടുകാരൻ്റെ തലയെ തൊട്ടാണ്, അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യുന്നില്ല. അപ്പോൾ ഇതെന്താ ഇവനെ എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്യാനില്ല പറഞ്ഞിട്ട് നിൻ്റെ തലയെ തൊട്ട് അവൻ ഇനി അവിടെ പോകാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് എൻ്റെ തലയ്ക്ക് മാത്രം ഒരു ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം എന്നൊക്കെ കൂട്ടുകാരൻ പറയുകയാണ്. അതിനുശേഷം നിവിൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. നിവിനവിടെ പോകാതിരിക്കാൻ കഴിയില്ല. നിവിനാണെങ്കിൽ കാവേരി ഇഷ്ടമാണ്. അപ്പോൾ അത് മാത്രമല്ല വിനീതിൻ്റെ കൂട്ടുകാരൻ കൂടിയാണ്. അവിടെ പോകാതിരിക്കാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല, അതുകൊണ്ടാണ് താൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് ഇതിപ്പോൾ അവൻ ഞാൻ പറയുന്നിടത്തൊന്നും അനുസരിക്കുന്നില്ല, ഞാൻ പറയുന്നതൊന്നും അവൻ ഉൾക്കൊള്ളുന്ന കൂടിയില്ല, അങ്ങനെ ഒരു മൈൻഡിലാണെന്നൊക്കെ രാജലക്ഷ്മി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാവിലെയായി, മുത്തശ്ശിക്കൊക്കെ ചായ കൊണ്ട് കൊടുക്കുന്നു. ശാരദയും അതുപോലെ തന്നെ കാവേരി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ മുത്തശ്ശി ഒരു കുസൃതിലൊക്കെ പറയുമ്പോൾ ശാരദ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇത്തിരി അധികം പറ്റാവുന്നുണ്ട്, കാരണം കാവേരി നിൽക്കുന്നു, അവൾ ഇതൊക്കെ PhD എടുത്ത കൂട്ടത്തിലാണ്, നിന്നെക്കാട്ടും ബെറ്റർ ആണെന്നൊക്കെയാണ് മുത്തശ്ശി പറയുന്നത് കേട്ടോ. പിന്നെ രാവിലെ ഗംഗ എണീക്കുന്നു, ഗംഗയ്ക്ക് ചായ കൊണ്ട് കൊടുക്കുന്നു. മുത്തശ്ശീൻ്റെ ഇടയ്ക്ക് ചില എങ്ങനെയുണ്ട് ഉറക്കം സുഖമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദിക്കും. പക്ഷേ അപ്പോൾ കാവേരിക്ക് മനസ്സിലാകുന്നുണ്ട് ഗംഗയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല, ഗംഗേച്ചിക്ക് എന്തോ വിഷമമുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ എണീറ്റ് ഗംഗ രാവിലെ വെള്ളം ചൂടാക്കാനൊക്കെ പോകണം മറ്റുള്ളവർക്ക് കുളിക്കാനായിട്ട്. അപ്പോൾ ശാരദ പറയുന്നത് വേണ്ട, അതൊക്കെ മോള് രാവിലെ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറാൻ പറയുമ്പോൾ ചിലപ്പോൾ പലരുമൊക്കെ കാണാൻ വന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട് പുതുപ്പെണ്ണിനെ. അപ്പോൾ ഗംഗ ചോദിക്കുന്നു എന്നെ ഇവിടെ ആര് കാണാൻ വരാനാ അമ്മേ. അപ്പോൾ ആ ഒരു വിഷമം മുഖത്ത് കാണുന്നുണ്ട് ഗംഗയുടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണ ഒരു വിവാഹ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. പക്ഷേ ഗംഗയുടെ മുഖത്ത് ആ ഒരു ദുഃഖം മാറിയിട്ടില്ല. ഈ വിവാഹത്തിൽ വലിയൊരു താല്പര്യവും ഗംഗയ്ക്ക് കാണിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. ഓക്കെ.